ജനുവരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തവണ ഒരു കാര്യം കൂടി മനസ്സിൽ വരണം. പഞ്ചസാര കലർന്ന പാനീയങ്ങൾ വാങ്ങിക്കുടിക്കുന്ന ശീലമുള്ള ആളുകൾ മാത്രം ശ്രദ്ധിക്കുക. പഞ്ചസാരയുടെ അളവ് എത്രയാണോ കൂടുന്നത് അതനുസരിച്ച് ടാക്സും കൂടും, കൂടിയ കാശും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിസംബർ 30 വിട പറയുന്നു. നാളെ 31 കഴിഞ്ഞാൽ പിന്നെ ജനുവരിയായി. അപ്പോൾ പഞ്ചസാര കലർന്ന പാനീയങ്ങൾ കുറച്ച് കുടിച്ചാൽ കുറച്ച് കാശേ ചിലവാവുകയുള്ളൂ എന്ന ജനുവരി ഇതാ വരാൻ പോകുന്നു എന്ന് യുഎയിലുള്ളവർ മനസ്സിലാക്കുക. മധുരപ്രേമികൾ തിരിച്ചറിയുക. അപ്പോൾ 2 കാര്യങ്ങൾ കൂടി. യുഎയിലെ സ്കൂളുകൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 11:30 വരെ മാത്രമേ ക്ലാസ്സുകൾ നടത്താവൂ. ജനുവരി 2 മുതൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം 12:45 ആയിരിക്കും എന്ന കാര്യം അറിയാമല്ലോ. 1:15 1:30 മാറി നേരെ 12:45 സാഹചര്യമാകുമ്പോൾ സ്വാഭാവികമായും സ്കൂളുകൾ നേരത്തെ വിട്ടല്ലേ പറ്റൂ. അതുകൊണ്ടാണ് 11:30 മാക്സിമം. ജനുവരി 9 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. നമസ്കാര സമയം ജനുവരി 2 മുതൽ തന്നെ 12:45 ആവുകയാണ്. ഒരുമാതിരി ആളുകളെല്ലാം നാളെ ഡിസംബർ 31 രാത്രിയോടെ പുറത്തിറങ്ങുന്ന സമയമാണല്ലോ. ഫയർ വർക്സ് യുഎയുടെ ഏതാണ്ട് എല്ലാ എമിറേറ്റുകളിലും വളരെ സജീവമായി 5 മിനിറ്റും 10 മിനിറ്റുമല്ല മണിക്കൂറുകൾ തന്നെ നീണ്ടു നിൽക്കുന്ന, ഗിന്നസ് റെക്കോർഡിലേക്കൊക്കെ പോകുന്ന, ഏറ്റവും വലിയ പ്രകമ്പനം സൃഷ്ടിക്കുന്ന, പലയിടങ്ങളിൽ കാണിക്കുന്ന അസുലഭമായ മനോഹരമായ ഫയർ വർക്സ് അലങ്കരിക്കപ്പെടുമ്പോൾ, അതുകൊണ്ട് പുതുവർഷത്തെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി പുറത്തിറങ്ങും. നാളെ പകലത്തെ കാലാവസ്ഥയെക്കുറിച്ച് NCM പറയുന്നത് ഭാഗികമായി മേഘാവൃതമായിരിക്കും, നല്ല കാലാവസ്ഥ തന്നെയായിരിക്കും. പക്ഷേ വൈകുന്നേരത്തോടു കൂടി തണുപ്പ് അങ്ങോട്ട് കൂടും എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ എമിറേറ്റുകളിലും ബാധകമാണ്. അപ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോവുക എന്നുള്ള പ്രാഥമികമായ കാര്യം ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. യമൻ ജനതയ്ക്ക് സുരക്ഷയും സുസ്ഥിരതാബോധവും നൽകാനും അറബ് സഖ്യസേനയോടൊപ്പം ചേരാനുമാണല്ലോ 2015 മുതൽ യുഎയുടെ സേന യമനുമായി ചേർന്ന് പ്രവർത്തിച്ചത്, തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഏർപ്പെട്ടത്. അത് 2019 തന്നെ അവസാനിപ്പിച്ചതാണ്, അതിൻ്റെ ധർമ്മം കഴിഞ്ഞ സാഹചര്യത്തിൽ. എന്നാൽ പിന്നീട് തുറന്നവർ അവിടെ തികഞ്ഞ ഈ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് അതുകൂടി അവസാനിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ റിപ്പോർട്ട് ഇന്ന് ഡിസംബർ 30 വരികയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Pancha